അപ്പൻ്റെ കയ്യിലല്ല തീയിരിക്കുന്നത്, അപ്പൻ്റെ അകത്താണ് കത്തിമറിയുന്നത്. 100 കാര്യങ്ങളാണ്. 75-ാം വയസ്സിൽ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവൻ, 25 കൊല്ലം മക്കളില്ലാതിരുന്നവൻ, കിട്ടിയ ഏകജാതനെ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. നാട്ടുകാരറിഞ്ഞാലും പരിഹസിക്കും. വീട്ടിൽ സാറെ അറിഞ്ഞാൽ ഡിവോഴ്സ് ഉറപ്പാണ്. ബാല്യക്കാരറിഞ്ഞാൽ എന്നെ കൊന്നുകളയാനും സാധ്യതയുണ്ട്. ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ഒരു വലിയ ഓഫറിങ്, ഒരു യാഗം, ഹൃദയം പിളർക്കുന്ന യാഗം, വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ മാറ്റുന്ന ഒരു വലിയ പരീക്ഷ. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നക്ഷത്രങ്ങളെപ്പോലെ എനിക്ക് മക്കളെ തരുമെന്ന്. പക്ഷെ നിന്നെ കൊടുത്താലേ തരൂ എങ്കിൽ ഐ ആം റെഡി ടു ഓഫർ യു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഒരു മനോഹരമായ വാക്യമാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. വായിക്കാം. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അല്ലേ? ഞാൻ സിമ്പിൾ അതിൻ്റെ അർത്ഥം ഒന്ന് ഒരു പ്ലെയിൻ മീനിങ് പറഞ്ഞതിന് ശേഷം ഒരു ഭാഗം ഒന്ന് പറ്റുന്നിടത്തോളം പറയാം. സമയം വളരെ കുറവാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട പദങ്ങൾ. 1 വിശ്വസിക്കുന്നവൻ, 2 ജനിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ നല്ലൊരു ശതമാനത്തിനും ലഭ്യമാകാത്തൊരു പദവിയാണ് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുക. ഇസ്ലാമിന് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിൻ്റെ മുഹമ്മദിൻ്റെ ജനനം തന്നെ യേശു ദൈവപുത്രനല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ശിരസിൽ വഹിച്ചുകൊണ്ട് ലോകത്തെമ്പാടും യാത്ര ചെയ്തും ആൾക്കാർക്ക് കാശുകൾ കൊടുത്തും മതം മാറ്റിക്കൊണ്ട് അവരിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളവരെ കൊന്നൊടുക്കിക്കൊണ്ട് വളരെ ശക്തിയോടുകൂടി മുഹമ്മദീയ മതം മുമ്പിലോട്ട് പോവുകയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ യേശു ദൈവപുത്രനല്ല, യേശു ദൈവമല്ല. യോഹന്നാൻ ഇവിടെ പറയുകയാണ്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്നൊരു ജനനം. ക്രിസ്തു മാർഗത്തിൻ്റെ വളരെ പ്രധാനം, മറ്റാരും ഉപയോഗിക്കാത്ത ചില പദപ്രയോഗങ്ങൾ ക്രിസ്തു മാർഗക്കാർക്കുണ്ട്. പ്രധാനപ്പെട്ട പദം റീജനറേഷൻ, പുനർജനനം. റീബർത്ത്, അത് തന്നെയാണ് എൻ്റെ അർത്ഥം. ന്യൂ ബർത്ത്, വീണ്ടും ജനനം. ഇത് മറ്റാരും ഉപയോഗിക്കുന്ന പദങ്ങളല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. വീണ്ടും ജനനം. ഹിന്ദുസിന് മറ്റൊരു പദമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും. എന്തായി? തെങ്ങ് കയറ്റക്കാരനായിരുന്നെങ്കിൽ കുരങ്ങനായി, അല്ലെങ്കിൽ അണ്ണാനായി. അല്ലേ? വീട് കാവൽക്കാരനായിരുന്നു അയാളുടെ ജോലിയെങ്കിൽ, സെക്യൂരിറ്റി സ്റ്റാഫ് ആയിരുന്നെങ്കിൽ അയാൾ മരിച്ചതിന് ശേഷം ഡോഗായിട്ട് ജനിക്കാനാണ് സാധ്യത. അല്ലേ? പുനർജനനമുണ്ടെന്നും പുനർജനനം വേറെ ജീവിയായിട്ട് ജനിക്കുമെന്നാണ് അവർ പറയുന്നത്. പാട്ടുകാരൻ കുയിലായിട്ട് ജനിക്കുമായിരിക്കും. എനിക്കറിയില്ല, വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. മരണാനന്തരം നമ്മൾ നമ്മളായി തന്നെ തുടരും. അല്ലേ? ബാലു മരിച്ചു കഴിഞ്ഞാൽ ബാലുവായി തന്നെ തുടരും, കുരങ്ങനായി മാറില്ല. രാമചന്ദ്രൻ മരിച്ചു കഴിഞ്ഞാൽ രാമചന്ദ്രനായി തന്നെ തുടരും. അല്ലേ? ഷിബു ബ്രദർ മരിച്ചു കഴിഞ്ഞാൽ ഷിബു ബ്രദറായി തന്നെ തുടരും. എന്ന് പറഞ്ഞാൽ ശരീരം മാത്രം ഇവിടെ ഇട്ടേച്ചു പോകും. അല്ലേ? രാവിലെ അങ്ങേര് ഉടുത്തിരുന്ന കുപ്പായം വീട്ടിൽ അഴിച്ചിട്ടിട്ട് വേറൊരു കുപ്പായം എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി ചെന്നിട്ട് ഈ കുപ്പായം അഴിച്ച വീട്ടിലിടും. അതുപോലെ ഇവിടെ നിന്ന് പോകുമ്പോൾ ശരീരമാകുന്ന കുപ്പായം അഴിച്ചിട്ടിട്ട് ആൾ മാത്രം പോകും. മനസ്സിലാകുന്നുണ്ടോ? ആളായി തന്നെ തുടരും, അല്ലാതെ കുപ്പായം മാറുമ്പോൾ ആൾ മാറുകയല്ല. എന്ന് പറഞ്ഞാൽ ആൾ കുരങ്ങനാവത്തില്ല, മറ്റൊരു മൃഗവുമാവത്തില്ല. ആളായി തന്നെ തുടരും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ പറയുകയാണ് റീജനറേഷൻ, ന്യൂ ബർത്ത്, ന്യൂ ക്രിയേഷൻ ആൻഡ് ബോൺ അഗെയിൻ. ഈ പദങ്ങളെല്ലാം പുതിയ പുതിയ പദങ്ങളാണ്, നല്ല രസമുള്ള പദങ്ങളാണ്. അല്ലേ? പുതിയ സൃഷ്ടി, വീണ്ടും ജനനം, പുനർജനനം ഇത്യാദി പദപ്രയോഗങ്ങൾ. ഇതൊരു ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് പ്രസംഗിച്ച് തീർക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ചെറിയ ഏട് പിടിക്കാൻ ഞാൻ, കാരണം അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഭയങ്കര പാടാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ, അംഗീകരിക്കുന്നവൻ, മനസ്സിലാക്കുന്നവൻ മാത്രമാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനാണ് ഈ പുതുജനനം കിട്ടുന്നത്. നമ്മൾ ആദ്യം ജനിച്ചു വന്നിരിക്കുന്നത് ആദമിൽ നിന്നാണ്. നമുക്കൊരു പുതുജനനം ഈ ജീവിതത്തിൽ ആവശ്യമാണ്. കർത്താവ് നിക്കോദിമോസിനോട് സംസാരിക്കുമ്പോൾ എടുത്തു പറയുന്ന 2 പദപ്രയോഗങ്ങളുണ്ട്.
ഞാൻ ആ ഭാഗം കൂടി ഒന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞേച്ചും തിരിച്ചു വരാം. യോഹന്നാൻ തന്നെയാണ് അത് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. വളരെ ശ്രദ്ധിക്കണം, കാണാൻ ആർക്കും പറ്റില്ല. ഇത് ആരടുത്തായി പറയുന്നേ? കാണാൻ പറ്റില്ല. ആരാ ഇയാള്? 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കേ. പരീശന്മാരുടെ കൂട്ടത്തിൽ. പരീശന്മാർ എന്ന് പറഞ്ഞാൽ ബൈബിൾ നന്നായിട്ട് അറിയുന്നുള്ള, ബൈബിൾ നന്നായി വ്യാഖ്യാനിക്കുന്ന, ബൈബിൾ അതുപോലെ അനുസരിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു വർഗമാണ് അവർ, പരീശന്മാർ. പരീശന്മാരുടെ കൂട്ടത്തിൽ നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു പ്രമാണി ഉണ്ടായിരുന്നു. ചുമ്മാ പ്രമാണിയല്ല, ചുമ്മാ പരീശനല്ല, പ്രമാണി, ദ ലീഡർ, ദ മാസ്റ്റർ ഓഫ് ഫാരസി. വൈകി അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന്, അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. പകൽ വന്നാൽ ആൾക്കൂട്ടമാണ്, പകൽ വന്നാൽ ആൾക്കാർ കാണും. അതുകൊണ്ട് ആരും കാണാതെ അഡ്ജസ്റ്റ് ചെയ്ത് കർത്താവിൻ്റെ അടുക്കൽ പോയി. ചിലരെങ്ങനെയാണ്, കർത്താവിൻ്റെ അടുക്കൽ പോകുമ്പോൾ ആരും കാണാതെ പോകത്തുള്ളൂ. ആരെങ്കിലും കണ്ടാലോ, ആരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുത്താലോ, ആരെടുത്തെങ്കിലും അല്ലേ? അങ്ങനെ നിക്കോദിമോസ് ഇങ്ങനെ തലയിൽ കൂടി മുണ്ടൊക്കെ ഇട്ട് പമ്മി വരികയാണ് രാത്രിയിൽ കർത്താവിനെ കാണാൻ. ഇനി വന്ന ഉടനെ ഒരു തള്ളാണ്. എന്താണ്? വൈകി, റബ്ബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന്. ഫസ്റ്റില് അവൻ അടിക്കുന്ന ഡയലോഗ് കണ്ടോ? നീ ദൈവമല്ല, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേശിയായിട്ട് വന്നതാണ്. കണ്ട, മനസ്സിലാകുന്നുണ്ടോ അവന്റെ സ്റ്റേറ്റ്മെന്റ്? കേട്ടോ, അവൻ വന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? നീ ദൈവമല്ല, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം യു ആർ നോട്ട് ഗാഡ്, ദ ഗാഡ് ഈസ് വിത്ത് യു. ഉണ്ടോ? ഭയങ്കര ഒരു തിരുപ്പൻ ഉപദേശമാണ് അവൻ പറയുന്നത്. അപ്പോൾ കർത്താവിന് മനസ്സിലായി, വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ കർത്താവിന് മനസ്സിലായി. ഇനി കേൾക്കെ കർത്താവ് പറയുന്നത് 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. മോനെ, നീ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാൻ പറ്റത്തില്ല. കയറുന്നവരും പിന്നീട് ഇപ്പോൾ പറയാം കാണാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി അടുത്തൊരു ഡയലോഗ് അടിച്ചു എന്ന് പറഞ്ഞാൽ, പുള്ളിൻ്റെ അറിവുള്ള ആളാണ്, നമ്മളെ പോലെ ചുമ്മാ കുഞ്ഞ ആളൊന്നും അല്ല, അറിവുള്ള ആളാ. 4-ാം വാക്യം. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? ഞാൻ പെൻഷൻ ആവാറായി, ഇനി ജനിക്കുന്നത് എങ്ങനാ? മനസ്സിലായോ? ഞാനിപ്പോൾ പെൻഷൻ ആവാറായി, ഇനി ജനിക്കുന്നത് എങ്ങനാ? ഇനി അമ്മയുടെ ഉദരത്തിൽ കയറി തിരിച്ചു വരാൻ നോക്കുമോ? ന്യായമായ ഒരു അന്യായമാണത്. ഇനി അമ്മയുടെ ഉദരത്തിൽ കയറി തിരിച്ചു വരാൻ നോക്കുമോ? അല്ലേ? അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടേ? പരീശന്മാരിൽ പ്രമാണിയായ ഇവന് വീണ്ടും ജനനം എന്ന് പറയുന്ന സാധനം അറിയത്തില്ല. അപ്പം നമുക്കറിയാത്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഉദരത്തിൽ കയറി പിന്നെ ജനിക്കുന്നത്. അപ്പം കർത്താവ് ഒന്ന് മയപ്പെടുത്തി. ഇനി കർത്താവ് പറയുന്നത് കേൾക്ക്, വായിക്കേ. അതിന് യേശു, ആമേൻ ആമേൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ആദ്യം പറഞ്ഞ എന്താ? കാണത്തില്ല. ഇപ്പൊ പറഞ്ഞ കടക്കത്തില്ല എന്ന് പറഞ്ഞാൽ കളി ഒന്നും നടക്കൂല. നീ പറയും പോലെ ഒരു ഉടായ്പ നടക്കുകയല്ല. സ്വർഗരാജ്യത്ത് കയറാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചേ പറ്റൂ. റീബർത്ത് ഓർ യു ഹാവ് ടു ബിക്കം എ ന്യൂ മാൻ. ഒരു പുതിയ മനുഷ്യനായി നീ മാറേണ്ടിയിരിക്കുന്നു, ഒരു ന്യൂ ക്രിയേഷനായി മാറേണ്ടിയിരിക്കുന്നു. അല്ലാതെ സ്വർഗത്തിൽ പോക്ക് നടക്കില്ല. ഈ പരിപാടി വെച്ച് പോക്ക് നടക്കുകയല്ല. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ പറഞ്ഞാൽ അയാൾക്ക് കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് പൊയ്ക്കളഞ്ഞെന്നാണ് പറയുന്നത്. നമുക്ക് അതങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഇവിടെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്, യോഹന്നാന്റെ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിച്ചിരി പാടുള്ള കാര്യമാണ്. ആശ്രയിക്കുക എന്നുള്ളതാണ്. ആശ്രയിക്കുക. ഐ എക്സ്പ്ലെയിൻ. ഞാനത് വ്യാഖ്യാനിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. ഒരു കോംപ്ലിക്കേറ്റഡ് വാക്യാണ്, ഒരു കോംപ്ലക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുക. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതായിരിക്കുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ബാക്കി എല്ലാവരെയും സ്നേഹിച്ചേ പറ്റൂ. ലാഭേന്ദ്രങ്ങളിൽ എനിക്ക് സ്നേഹിച്ചേ പറ്റൂ. എന്താ കാര്യം? ദൈവത്തിൽ നിന്ന് ഞാൻ ജനിച്ചത് കൊണ്ട്, അദ്ദേഹവും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബന്ധം ഇങ്ങനെ ചെലന്തി വല പോലെ അങ്ങ് പോവും. ആ ബന്ധം കൊണ്ടാണ് രാവിലെ ഇവിടെ തിരുവനന്തപുരത്ത് കാറും കൊണ്ട് അങ്ങ് പോയത്, മലയത്ത് പോയത് വേറെ വിളിക്കാൻ അല്ലേ. പോയി വിളിച്ചോണ്ട് വന്നിട്ട് ഉറങ്ങിപ്പോരുത് എന്നാൽ പോയി അല്ലേ. വണ്ടി കയറി വന്നവരും ഉറങ്ങിപ്പോരുത്, എടുത്തുകൊണ്ട് വന്നവരും ഉറങ്ങിപ്പോരുത്. ഞാൻ മനസ്സിലുണ്ട്. അപ്പോൾ കൊണ്ടുവരുന്നത് തന്നെ കൊച്ചു കാര്യമാണോ? അല്ല, അതൊരു വലിയ കാര്യമാണ്. രാവിലെ ഇവിടുന്ന് റിസ്ക് എടുത്ത് ഈ മഴയത്ത് വണ്ടി എടുത്ത് അങ്ങ് പോയി വിളിച്ചോണ്ട് വരിക അല്ല. ഇവിടെ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വളരെ സന്തോഷമുണ്ട്.
അല്ല, അത് വേണം. കർത്താവ് പറയും. അപ്പം നമുക്ക് അങ്ങനെ ഈ സ്നേഹം കിടക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇങ്ങോട്ട് സ്നേഹം വരുന്ന ഈ ഒരു കാര്യത്തിൽ. ഇന്ന് ചിലർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ വരാതിരിക്കാം. അപ്പോഴാണ് മഴ, അയ്യോ മഴ വീണു, രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ നമ്മുടെ ജനം വിളിക്കും, ഇന്ന് വരാൻ പറ്റൂല കേട്ടോ അല്ലേ. വാലുവിനെ വല്ലതും വിളിച്ചാൽ പോക്കാണ്. വാലു പറയും ട്രെയിൻ വിട്ട് തരാമെന്ന് പറയും. ഇപ്പം ശരിയായി തരാം. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറയാം ശരി എന്നാൽ പിന്നെ വരണ്ട, അടുത്ത ആഴ്ചയും വരണ്ട കേട്ടോ. ഞാൻ ആരും അങ്ങനെ നിർബന്ധിച്ച് പറയാറില്ല. വന്നേ പറ്റൂ, വണ്ടി വിട്ട് തരാം ഞാൻ പറയാറില്ല. കാര്യം അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് വരാൻ പറ്റൂല എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തിനാണ് കയറി അത് ഉപദ്രവിക്കുന്നത്? സ്തോത്രം. തീരുമാനിച്ചാൽ വരാൻ പറ്റുന്ന എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. വരാൻ പറ്റാത്ത ആരും ഇവിടെ ഇരിപ്പില്ല അല്ലേ. വല്ല ഒരു വണ്ടി എടുത്ത് വരാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് വരാം, എന്ത് ചെയ്തു വേണോ വരാം. പിന്നെ വരാൻ പറ്റാത്തതിന് ഒരു എക്സ്ക്യൂസ് നോക്കിയിരിക്കുകയാണെങ്കിൽ വരുമല്ല. ഇന്നലെ കഴിക്കാൻ വയ്യാതിരുന്ന കൊച്ചാണ് എൻ്റെ മോള്. ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പോൾ ഇത് രാവിലെ വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ പിന്നെ വന്നു. അതാണ് ഞാൻ ഇടയിൽ പിടിച്ചിരുത്തി, അത് ഇങ്ങോട്ട് പിടിച്ചിരുത്തി മാറ്റിയിരുത്തിയത്. പനി ഉണ്ടായിരുന്നില്ല, വരുന്നത് അവന് മാത്രം വന്നാൽ മതിയില്ലെന്ന് വെച്ചിട്ട് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ വരണമെന്ന് താല്പര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ വരാൻ പറഞ്ഞില്ല. കാരണം വയ്യെങ്കിൽ കിടന്നോട്ടെന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവൾ വന്നു. ആൻറ്റിക്ക് വയ്യായിരുന്നു, ആൻറ്റി വന്നു. അങ്കിളിന് ഒട്ടും വയ്യായിരുന്നു, അങ്കിൾ വന്നു. അവർക്കൊക്കെ വേണം അവിടെ കയറി. ഇന്ന് മൂക്കൊലിപ്പാണ്, വരുന്നില്ല. രാവിലെ കഴിച്ചപ്പോൾ വെളിയിൽ പോയില്ല, അതുകൊണ്ട് വരുന്നില്ല. ഇതൊക്കെ അവർക്കൊക്കെ പറയാം. ഞാൻ ആരെയും ബഹളം വെക്കുകയല്ല വരണമെന്നും പറഞ്ഞ്. അവർ വരും. ചില സമയത്തുള്ള അങ്ങനെയല്ല. രാവിലെ നേരം വിളിക്കുമ്പോൾ ഇന്ന് എണീച്ചപ്പോൾ ഒരു സുഖമില്ല, കിടന്നോളി, വീശി കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത മനസ്സിലായോ? ആ വാക്യത്തിൻ്റെ ഡെപ്ത് പിടി കിട്ടിയോ? അപ്പോൾ നമ്മൾ കർത്താവിൽ നിന്ന് ജനിക്കുക, കർത്താവിൽ നിന്ന് ജനിച്ചിട്ട് ജനിക്കുന്നവരെ സ്നേഹിക്കുക. ഇനി ഞാൻ ആ ടോപ്പിക്കിൻ്റെ താഴോട്ട് ഇറങ്ങുന്നില്ല, നമുക്ക് സമയം കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ മറുഭാഗം ചാടുകയാണ്. യോഹന്നാൻ പറയുന്നത് എന്തിനാണെന്ന് അറിയാവോ? യോഹന്നാൻ പറയുക, നിങ്ങളെ കർത്താവിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ജനിക്കാൻ കാരണമായത് നിങ്ങളുടെ വിശ്വാസമാണ്. ഇത് പറയുന്ന യോഹന്നാൻ്റെ ഡയലോഗ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. 1 പോകാം. 1 യോഹന്നാൻ 1 പോകാം. വേഗം പോട്ടെ. ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും, ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. ഓ എന്ത് രസമായിട്ട് പറയുന്നു നോക്കിയേ. ആദിമുതലുള്ളത് ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയതുമായ, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടോ? വി ആർ റൈറ്റിംഗ് അബൌട്ട് ദ വേർഡ് ഓഫ് ലൈഫ്. ഞങ്ങൾ എഴുതുന്നത് ജീവന്റെ വചനമാണ്. എന്താ ഈ വചനത്തിന്റെ പ്രത്യേകത? ഇത് ഞങ്ങൾ കണ്ടതാ സാധനം, പിന്നെ ഞങ്ങൾ നോക്കിയതാണ് സാധനം, പിന്നെ ഞങ്ങൾ തൊട്ടതാണ് സാധനം. ഇത് കഥയല്ലേ പറയുന്നത്? യോഹന്നാൻ പറയുന്നുണ്ടോ? ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങൾ തൊട്ടത്, ഇത് ജീവന്റെ വചനം. അടുത്ത് വായിക്കും. ജീവൻ പ്രത്യക്ഷമായി. വാക്കുണ്ടോ? ജീവൻ പ്രത്യക്ഷമായി. The life, an aspect of his being was revealed എന്ന് പറയുന്ന മറ്റ് 2 പദങ്ങൾ manifest and demonstrate. വാക്കുകളൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഒരു അല്പം റിസ്ക്കാണ്. നിങ്ങൾ എടുക്കുന്നതും കുറവാണ്. നേഴ്സുമാർ ട്രിപ്പ് അടിച്ച് വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കും, ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് വീഴാൻ കണക്കിന് വെക്കും. കണ്ടിട്ടില്ലേ? കൂട്ടി വെച്ച് കൊടുത്താൽ നീരടിക്കും. നിങ്ങളാണെങ്കിൽ കൂട്ടി വെച്ചാൽ ഉറങ്ങിക്കളയും. അപ്പം നമ്മൾ ഈ സാധനം പതുക്കെ ലൂസാക്കി ഓരോ തുള്ളിയാക്കണം. എന്നിട്ട് തട്ടി ഉണർത്തിയിരുത്തേ വേണം. കാരണം തട്ടിപ്പോയെന്ന് അറിയണ്ടേ, മരുന്ന് കൂടി പോയിട്ട്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദം കണ്ടോ? ജീവൻ പ്രത്യക്ഷമായി. അതിൻ്റെ പ്രോപ്പർ മീനിങ് ദ ലൈഫ് മാനിഫെസ്റ്റഡ് ഓർ ഡെമോൺസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഡെമോ കാർ കണ്ടിട്ടുണ്ടോ? ഡെമോ കാർ കണ്ടിട്ടുണ്ടോ? ഭാഗ്യം. ഡെമോ കാർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാറ് കമ്പനിയിൽ അവർ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടിരിക്കുന്ന കാറാണ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അവരുടെ ഷോക്കേസിൽ മാത്രം വച്ചിരിക്കുന്നത്, 2 റോഡിലിറങ്ങി ഓടിക്കാൻ പറ്റുന്ന ഒരു ഡെമോ കാർ. അതിൻ്റെ സൈഡിൽ ഡെമോ എന്ന് എഴുതിയിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കാർ ഇതാണ്, ഇത് നിങ്ങൾ ഓടിച്ചു നോക്കാം, ഇതിൻ്റെ ബ്രേക്ക് ചവിട്ടി നോക്കാം, ഇതിൻ്റെ കംഫർട്ട് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് അനുഭവിച്ച് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രാൻഡ് സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിന് ഡെമോ കൊണ്ടിട്ടിരിക്കുന്ന ഒരു സാധനം, ആ ഒരു പീസിന് പറയുന്ന പേര് ഡെമോ. മനസ്സിലുണ്ടോ?
ഇവിടെ യോഹന്നാൻ പറയുക, ഞങ്ങൾ ആ സാധനം കണ്ടു എന്ന് പറഞ്ഞാൽ ഡെമോ ഞങ്ങൾ ഓടിച്ചെന്ന്. അപ്പൊ നമ്മൾ പറയാം അങ്ങനെ കമ്പനി വണ്ടി ഇല്ല. അപ്പൊ ഇങ്ങനെ പറയാ, ഇവിടെ ഡെമോ ഞങ്ങൾ ഓടിച്ചെന്ന്, ഞങ്ങൾ തൊട്ടു നോക്കിയെന്ന്, ഞങ്ങൾ അതിൽ കയറി യാത്ര ചെയ്തെന്ന്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അങ്ങനത്തെ വണ്ടി ഇല്ല, ഞങ്ങൾ തൊട്ടെന്ന്. കണ്ടോ, അപ്പടി കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ യോഹന്നാൻ ശരിക്കും അനുഭവിച്ചിട്ട് വന്ന് പറയുക, ആ ഡെമോ അത് ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങൾ ആ ക്രിസ്തുവിനെ കണ്ടു, ഞങ്ങൾ ആ ജീവന്റെ വചനത്തെ കണ്ടു, അനുഭവിച്ചു. ഇറ്റ് വാസ് ഡെമോൺസ്ട്രേറ്റഡ്. എങ്ങനെ ഡെമോ കണ്ടു നീ? ഞങ്ങൾ കണ്ടത് എങ്ങനെയെന്നോ യോഹന്നാന് പറയാനുള്ളത് വിളിച്ചത് തൊട്ട് പറയാനുണ്ട്. എന്നെ എൻ്റെ സഹോദരൻ യാക്കോബിനെയും കൂടി വിളിച്ചുന്ന്. ഞങ്ങൾ കൂടെ നിന്നു. കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായത് ഞങ്ങൾ കണ്ടത് മാത്രമല്ല, ഞങ്ങൾ ടേസ്റ്റഡ്, ഞങ്ങൾ കുടിച്ചെന്ന്. കണ്ടാ, ഇത് കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 60 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ എഴുത്ത് വരുന്നത്. AD 30 യേശു മരിക്കുകയാണ്. AD 96 വെളിപ്പാട് എഴുതുന്നത്. അതിനോട് ചേർന്നാണ് ഈ ലേഖനം വരുന്നത്. യോഹന്നാൻ പറയുക, ഞാൻ കണ്ടു. എപ്പോൾ കണ്ടു? 60 കൊല്ലത്തിന് പിറകിൽ ഞാൻ കണ്ടു. സ്തോത്രം. ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ ഇല്ല, ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. നിങ്ങളില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും അല്ലേ? ചിലപ്പോൾ എൻ്റെ ഇവിടെ പിള്ളേരെ ഇവിടെ കൊടുത്ത് സ്ട്രോബെറി ഒക്കെ കാണിച്ചിട്ട് പറയും, ഇതാ സ്ട്രോബെറി, ഇതവിടെ ചുമ്മാ തറയിൽ കിടക്കുന്ന പോലെ കാണും. ഞാനവിടെ കൊലയിലിരുന്ന് ഇങ്ങനെ പറിച്ച് തിന്നിട്ടുണ്ട്, അല്ലേ? കൊതി തീരെ തിന്നിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം ഞാനിങ്ങനെ ഇവർക്ക് തുറപ്പ് ഇവർക്ക് മനസ്സിലാവുന്ന പറയാൻ കണ്ടായിരിക്കില്ലേ അറിയാം എന്താണ് സാധനമെന്ന്, അല്ലേ? ബ്ലൂബെറി, റെഡ് ബെറി, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ സാധനം ഐറ്റംസ് എല്ലാം അവിടെ ചെന്നിരുന്ന് പറിച്ച് തിന്നിട്ടുണ്ട്. ആപ്പിള്, ഈ ഐറ്റംസ് എല്ലാം. ദെൻ പിന്നെ യാത്ര ചെയ്ത പല സെറ്റപ്പുകൾ, അല്ലേ? ഇത് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെയൊന്നും കാണാൻ സാധ്യതയില്ല. ഞാൻ കണ്ടു. ഇത് എങ്ങനെ എഴുതി പിടിപ്പിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയാം. ഞാൻ എങ്ങനെ എഴുതി പിടിക്കും? സ്ട്രോബെറി ഞാൻ തിന്നുന്നില്ല, എങ്ങനെ എഴുതി പിടിപ്പിക്കും? ഞാനിനി എങ്ങനെ എഴുതി പിടിപ്പിച്ചാലും നിങ്ങളുടെ ഉദ്ദേശത്തിൽ വരുന്നൊരു സ്ട്രോബെറി ഉണ്ട്. ഏതാണ്? പോത്തീസിൽ കൊണ്ട് അഴുകിയ സാധനം, 4 എണ്ണം 200 രൂപ. ഞാൻ ഫ്രീ ആയിട്ടാണ് തിന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ചുമ്മാ തോട്ടത്തിൽ കയറി ചുമ്മാ പറിച്ച് ഇഷ്ടം പോലെ തിന്നുക, അതിൻ്റെ ചുവട്ടിൽ ചുമ്മാ ഇരുന്ന് വെറുതെ പറിച്ച് തിന്നുക. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടോ? അനുഭവം വേറെയാണ്, ഇത് വേറെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരിടത്ത് സ്ട്രോബെറി വാങ്ങിക്കാറേ ഇല്ല. കാരണം അത് തിന്നാൽ മറ്റേ ടേസ്റ്റ് പോവും. അപ്പം യോഹന്നാൻ പറയുക, ജീവന്റെ വചനം പ്രത്യക്ഷമായി, ഞങ്ങളത് കണ്ടു, ഞങ്ങളത് അനുഭവിച്ചു. സ്തോത്രം. ഇനി എങ്ങനെ അനുഭവിച്ചു? കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി തൊട്ട് കുടിച്ചു നോക്കി. പിന്നെ രോഗസൗഖ്യങ്ങൾ കണ്ട് കണ്ട് മടുത്തു ഞങ്ങൾ. പിന്നെ ലാസർ ഉയർത്തെഴുന്നേറ്റത് കണ്ടു. നയനിലെ വിധവയുടെ മകൻ മഞ്ചത്തിൽ നിന്ന് എഴുന്നേക്കുന്ന കണ്ടു. ആ യേശുവിനെ കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞാൽ യോഹന്നാൻ എന്നാ പറയും? ഞങ്ങളിത് കണ്ടുന്ന്. ഇത് മാത്രമല്ല കണ്ടത്, ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശുവിനെ യോഹന്നാൻ കണ്ടു. സ്വതന്ത്രം. ക്രൂശിൽ നിന്ന് അവന്റെ ശവം താഴെ ഇറക്കി കല്ലറയിലേക്ക് വെക്കുമ്പോൾ യോഹന്നാൻ കൂടുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ കല്ലറ ശൂന്യമായി കിടക്കുന്നത് യോഹന്നാൻ കണ്ടു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ യോഹന്നാൻ കണ്ടു. നടുക്കടലിൽ യോഹന്നാനും പത്രോസും ടീമുകളും നിൽക്കുമ്പോൾ കടലിന്റെ നടുവിൽ നടന്ന യേശുവിനെ യോഹന്നാൻ കണ്ടു. യോഹന്നാൻ അടക്കമുള്ള ശിഷ്യന്മാർ ഒലിവുമലയിൽ യേശുവുമായി സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു മുകളിലേക്ക് കയറി പോകുന്നത് യോഹന്നാൻ കണ്ടു. അതാ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ടു, ചുമ്മാ കഥയല്ലത്. യേശുവിനെ കണ്ട് യേശുവിന്റെ കൂടെ നടന്ന് അനുഭവിച്ച് മാറോട് ചേർന്ന് കിടക്കുക മാത്രമല്ല ചെയ്തത്, യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത 60 വർഷം കഴിയുമ്പോൾ AD 96 യേശുവിനെ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കണ്ടു. യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു. കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, നീ എഴുന്നേക്ക്. യേശുക്രിസ്തുവിന്റെ സമസ്ത മേഖലകളും തൊട്ടുരുമി മനസ്സിലാക്കിയ ആളാണ് യോഹന്നാൻ. പത്രോസ് മരിച്ചുപോയി. പൗലോസ് അത്തരത്തിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പൗലോസ് ദർശനത്തിൽ മാത്രമേ യേശുവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദർശനത്തിൽ മാത്രമല്ല, ഇറച്ചിക്കണ്ണുകൾ കൊണ്ടും നേരിട്ട് കണ്ടു, ഇറച്ചിക്കരങ്ങൾ കൊണ്ടും നേരിട്ട് തൊട്ടു. യേശുവിന്റെ മാറിൽ അക്ഷരാർത്ഥത്തിൽ കിടന്നിട്ടുള്ള യോഹന്നാൻ പറയുന്നു, ജീവന്റെ വചനം ഞങ്ങൾ കണ്ടു. ഞങ്ങൾ നിങ്ങളോട് സാക്ഷിക്കുകയാണ്. ആ ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾ കണ്ടു. ആ ഡെമോ വാഹനം ഞാൻ ഉപയോഗിച്ചു. ആ തെളിവിൽ നിന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം. സ്തോത്രം. അപ്പോൾ ആ മാനിഫെസ്റ്റേഷൻ ഭയങ്കര സംഭവമാണ്. അത് വ്യാഖ്യാനിക്കാൻ തന്നെ നമ്മൾ നിന്നാൽ യോഹന്നാൻ പറയുന്ന വാക്കുകളുടെ ഡെപ്ത് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അവിടെ പറയാം, പിതാവിനോട് കൂടെ ഇരുന്ന് പ്രത്യക്ഷമായ നിത്യജീവനെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവിടെയും ഒരുപാട് പദപ്രയോഗങ്ങൾ അയാൾ ഉപയോഗിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ ആ സമയത്തേക്ക് പോകുന്നില്ല. ഇനി അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം, ഈ റീജനറേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം 3 കാര്യം നമുക്ക് വേണം.
അത്യാവശ്യം 3 കാര്യം. അത് പറയാനേ മിക്കവാറും സമയം കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന്, നമുക്ക് ലിസണിങ് വേണം. ലിസണിങ്, കേൾവി ശക്തി വേണം. കേൾവി എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധം വരണം. കേൾവിയാലല്ലേ ബോധം വരുന്നത്. ആരും പറയാതെ എങ്ങനെ കേൾക്കുമെന്നാ സുവിശേഷം കേൾക്കുന്നത്? ആരും പറയാതെ എങ്ങനെ കേൾക്കും? അതിനാ നമ്മൾ ഇതിനകത്ത് പിടിച്ചുകൊണ്ടിരുത്തി തണുപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളൊറ്റ ഉറക്കം. അതെ, ഗ്രഹിക്കുന്നുണ്ടോ? എനിക്കറിയാം ഇതൊക്കെ ഇഷ്ടം. ഈ അങ്ങനെ ഇങ്ങനെ കലാപരിപാടി ഓടുന്നതാണ്, ഓടി നടന്ന് ഇപ്പോൾ ഇവിടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടോ പിടിക്കട്ടോ. അടുത്ത പോയിന്റ്, എന്നെ കൊണ്ട് പറ്റൂല. ഇപ്പോൾ ഉറങ്ങിയിരുന്നിട്ട് നോക്കുകയാണ്, ഇത് കൊള്ളാം, ഇങ്ങനെ പറ. ഫെനി എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ പറയും ഉഷാറായിട്ട് പിടിപ്പിച്ചോളാൻ. എന്നെ കൊണ്ട് ഇവിടെ പറയണ്ടോ? ലിസണിങ് ഭയങ്കര പ്രധാനമാണ്. ലിസണിങ്, ശ്രദ്ധ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെവി കയറുന്നുണ്ടോ? ഒന്ന് കയറി എന്തോ ഈ പറയുന്നത്, എപ്പം നിർത്തുമെന്തോ. ലിസണിങ് ഇല്ല. അതാണ് കർത്താവ് പറഞ്ഞത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ചെവിയൊക്കെ ഇരിക്കുക. എന്നെ കമ്മൽ വിട്ടിട്ടുണ്ട്, ഇവിടെ കൂടെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിൽ കാര്യമൊന്നുമില്ല. ഇത് സാധനം കേൾക്കണ്ടേ? സ്വതന്ത്രം ചെവി. ചിലർ ചെവി ചുമ്മാ കമ്മലിടാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നാൽ പിന്നെ 2-3 ചെവി കൂടെ ചൂട് കർത്താവിന്. ഇങ്ങനെ അങ്ങനെ ചെവി കേൾക്കാനുള്ള സാധനമാണ്. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കുടയും സെറ്റപ്പും ഒക്കെ ചെയ്ത് അല്ലേ അങ്ങനെ കർത്താവ് വച്ചിരിക്കുന്നത്. ഇവിടെ ഇത്രയും പീസ് വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ ഒരു കനക്കെടനുണ്ടായത്. എങ്കിൽ മേളിലോട്ടിടും, മൂക്കിലിടും. മൂക്കിലേക്ക് ഇപ്പോഴും ഇടുന്നതാണ്. മേലോട്ടൊക്കെ ഇട്ടുള്ള ആൾക്കാർ അല്ലേ? സോണി മേലല്ലേ ഇട്ടിരിക്കുന്നത്. താഴെയിട്ട പറഞ്ഞു പോകാറ്റ് ഇവിടെ ഇട്ടിരിക്കുക. ചിലത് അങ്ങനെ, ചിലതിന് നമ്മൾ ഇങ്ങനെ ഇട്ട് കെട്ടും, ചിലതിന് ഇങ്ങനെ ഇട്ട് കെട്ടും അല്ലേ? അതെൻ്റെ കൃപയ്ക്കൊത്താണ് തിരിച്ചുതരാം. അപ്പോൾ സമയമില്ല. ഇവിടെ ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, കേൾക്കുന്ന കാര്യം തിരിച്ചറിവ്. നാടൻ ലാംഗ്വേജ് പറഞ്ഞാൽ സുബോധം. ലിസണിങ്ങിനെ നാടൻ ലാംഗ്വേജ് പറഞ്ഞാൽ സുബോധം. ഈ സുബോധം വരാതിരിക്കാനാണ് പിശാച് നമ്മളെ കൊണ്ട് ചുമ്മാ ഒന്നുകിൽ മദ്യം, അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇല്ലെങ്കിൽ എന്തിനെങ്കിലും സിനിമ, എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു സംഭവത്തിൽ നമ്മളെ കൊണ്ടങ്ങിട്ട് നമ്മൾ അതിൻ്റെ പുറകെ നടക്കും. ചിലർക്ക് വസ്തു വായ്പായിരിക്കും ജോലി, നാട് മൊത്തം വായ്പ, ഒരു ഗുണവും ഇല്ല. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരറിയാം. അപ്പുറത്ത് കൊടുക്കുന്നുണ്ടോ? ശരി, ഇപ്പോൾ വാങ്ങിക്കാം. ഇത് മൊത്തം എന്തിനാണ്? ചിലർക്ക് തുണി വായ്പ, ചിലർക്ക് ഉടുപ്പ്, ഇങ്ങനെ പല ഭ്രാന്താണ്. ഇതെല്ലാം മാനസിക രോഗമാണ്. സുബോധത്തോടെ ഇരുന്നാലേ നമുക്ക് കാര്യം നന്നായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ഉള്ളൂ. ചിലർക്ക് ശരീരത്തെക്കുറിച്ചുള്ള നോട്ടമാണ്. രാവിലെ അടിച്ച് ഓടുന്നു, ചാടുന്നു. രാവിലെ അടിച്ച് ഓടുന്ന തെറ്റൊന്നുമില്ല കേട്ടോ. ലിസണിങ്, ശ്രദ്ധ, സുബോധം ഉണ്ടാവുക വളരെ. നമുക്ക് ചിലർക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ അവർക്ക് ബോധം ഉടനെ വരും. ചിലരെ നമ്മൾ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അവില് പോലെ ഇടിച്ചാലും തലേ കയറൂല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ നമുക്കൊരു പയ്യനെ നോക്കാം, സുബോധമുള്ളൊരു പയ്യൻ, നമുക്ക് പരിചയമുള്ള ആളാണ്. ആര്? മുടിയൻപുത്രൻ. കണ്ട, ഇപ്പം എല്ലാവർക്കും അറിയാം. നമ്മളെ പള്ളിയിലുള്ള എല്ലാവർക്കും മുടിയൻപുത്രനെ അറിയാം. കുറേ ദിവസം ഇവിടെ വന്നിട്ട് അങ്ങേരെങ്കിലും അറിയാതെ പോയെന്ന് പറയരുത്. യേശുവിനെ അറിഞ്ഞില്ലെങ്കിലും വേണ്ടുകല. അപ്പോൾ സുബോധം വന്നിട്ട് അപ്പോൾ സുബോധം വന്നു. എപ്പോ നമുക്കാണെങ്കിൽ എപ്പോൾ വരും സുബോധം? ബോധമില്ല, പിന്നെ അല്ലേ സുബോധം. അപ്പോൾ സുബോധം വന്നു. ഭയങ്കര വാക്യാണേ. എനിക്കിപ്പോൾ 3 പറയാൻ പറ്റുള്ളൂ, മിക്കവാറും അത് മതി. അപ്പോൾ സുബോധം വന്നിട്ട് അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. എന്താ അപ്പോൾ സുബോധം വന്നാലേ ഈ കാര്യം ചിന്തിക്കാനൊക്കെ. ഇപ്പം എവിടെ ഇരിക്കുക മൂപ്പര്? പന്നിയുടെ കൂട്ടിലിരിക്കുകയാണ്. അപ്പോൾ പന്നി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, ഇവ ഇങ്ങനെ കൊതി പോയിക്കൊണ്ടിരിക്കുക. പന്നിക്ക് അറിഞ്ഞൂടല്ലോ യവൻ തിന്നാനില്ലാതിരിക്കുന്നതാണെന്ന്. പന്നിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യവനെ പന്നിയുടെ കൊടുത്ത് കൂട്ടാൻ പറ്റുന്നില്ല. കാരണം 2 കാലിൽ നിൽക്കുകയല്ലേ. യവൻ സ്വഭാവം കൊണ്ട് പന്നി ആയെങ്കിലും പന്നിക്ക് അംഗീകരിക്കാൻ തക്കിയ ഒരു പന്നിത്വം വന്നില്ല. അല്ലേ? അതിനൊരു തനിമ വേണ്ടേ പന്നി? പക്ഷെ യവൻ വെയിറ്റ് ചെയ്യുന്നത് ഫുഡ് അവൻ്റെത് കിട്ടിയേക്കേ കൊള്ളായിരുന്നു. നമ്മൾ പലരും അങ്ങനെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫുഡ് അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാരൻ തിന്നിട്ട് കോഴിക്ക് കൊടുക്കുന്നു. അതാണ് സുബോധം കേട്ടോ. ബോധം വർക്കാവണം. പന്നിക്കൂട്ടിലിരിക്കുന്ന ഇവൻ താൻ പന്നിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം. ചിലരെ സംബന്ധിച്ചിടത്തോളം
പന്നി അല്ലെങ്കിലും ഞാൻ പന്നിയാണ്. അവനെ രക്ഷപ്പെടുത്താൻ ഒക്കില്ല നമുക്ക്. ഞാൻ പറയുന്നത് വളരെ ഷാർപ്പ് മെസ്സേജാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആദ്യം എനിക്ക് എന്നെക്കുറിച്ചൊരു ബോധം വേണം. ഞാൻ കർത്താവിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഞാൻ. ആ ബോധം ആദ്യം നമുക്ക് വരണം. ഞാൻ പന്നിയല്ലെന്ന ബോധം ആദ്യം നമുക്ക് വരണം. 2, ഈ പന്നി തിന്നുന്ന വാള വരെ എനിക്ക് തിന്നാനുള്ളതല്ല എന്ന ബോധം എനിക്ക് വേണം. 3, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനുണ്ടെന്ന ബോധം വേണം. 4, എൻ്റെ ഫുഡ് ഇതല്ല, എൻ്റെ വീട്ടിൽ അപ്പൻ്റെ ഒരു ഫുഡ് ഉണ്ടെന്നുള്ള ബോധം വേണം. ഇത്രയൊക്കെ ആയതിന് ശേഷം എനിക്ക് അവിടുത്തെ ഫുഡ് നഷ്ടപ്പെട്ടു എന്ന ബോധം വേണം. ഞാനായിട്ടിത് കളഞ്ഞതാണെന്ന ബോധം വേണം. തിരിച്ചു പോയാൽ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കുമെന്ന ബോധം വേണം. എത്ര ബോധം വന്നെന്നുണ്ടാ? ഈ ബോധം എല്ലാം വർക്കാവണമെങ്കിൽ സുബോധം വരണം. സുബോധം വർക്കാവണമെങ്കിൽ അതാണ് പ്രശ്നം. മനസ്സിലുണ്ടോ? ആ സാധനം വർക്കാവണം. ഈ ബോധം വന്നാലും നമ്മൾ എന്ത് പറഞ്ഞാലും ചെല്ലി മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും തലയിൽ കയറിയല്ല. അത് കാര്യം ഒരു ബോധവും ഇല്ല. അപ്പൊ ആദ്യം നമുക്ക് ബോധം പറഞ്ഞു, ഞാൻ ഇങ്ങനെ നടക്കേണ്ടവനല്ല, ഞാൻ പന്നിക്കൂട്ടിലിരിക്കേണ്ടവനാ. ഇവന് പന്നിക്കൂട്ടി പോകാൻ കാര്യം എന്തുവാ? പന്നിക്കൂട്ടി പോകാൻ കാര്യം അവിടുത്തെ നാട്ടുപ്രമാണിയുടെ അടുത്ത് എന്നൊരു ജോലി തരുമെന്ന് ചോദിച്ചു. പറഞ്ഞു തരാം, ബാ ഇപ്പൊ തരാം. പന്നിയെ വയ്ക്കുണ്ടാക്കി. സ്തോത്രം. നാട്ടുപ്രമാണിയുടെ അടുത്ത് പോകാൻ കാര്യം എന്താ? അപ്പൻ്റെ വസ്തു എല്ലാം കൂടെ വാങ്ങിച്ചോറിക്കൊണ്ട് ഒറ്റ ഓട്ടം. സ്തോത്രം. ഇതിനകത്തൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ആ ഭാഗത്തൊന്നും കിടക്കുന്നില്ല. ഞാൻ സുബോധം തൊട്ട് തിരിച്ചെടുക്കാൻ പോവുകയാണ്. ഏതായാലും പന്നിക്കൂട്ടിൽ വന്ന് വാള വര പോലും കിട്ടാത്തൊരനുഭവം. പന്നിയുടെ ഫുഡെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവൻ വിഷമിക്കില്ലായിരുന്നു കേട്ടോ. അതും തിന്നുകൊണ്ട് അവൻ കിടക്കുമായിരുന്നു. പന്നിയുടെ ഫുഡ് കിട്ടാതെ വന്നപ്പോഴാണ് അവൻ ചിന്തിച്ചത്, ഷോ വീട്ടിൽ പോവാം. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ അത്രയും ചിന്തിക്കുകയല്ല കേട്ടോ. പോവാന്നൊന്നും ചിന്തിക്കുകയല്ല. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ തിരിച്ചു പോയാൽ മാനക്കേടാണ്. മൂത്തവൻ എന്ത് വിചാരിക്കും? നമ്മളിങ്ങനെ പല ഇതാണ്. അവരെന്ത് വിചാരിക്കും? അവർക്ക് വിചാരിക്കുന്ന സാധനം അവൻ്റെ ഇല്ലല്ലേ ഇരിക്കുന്നത്. അവൻ എന്തെങ്കിലും വിചാരിക്കട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? നമ്മളെല്ലാം അങ്ങനെയാണ്. അയാൾ എന്ത് വിചാരിക്കും? അതെ, ഇപ്പം എനിക്ക് വേണമെങ്കിൽ നിങ്ങളിൽ പലരെ കുറിച്ച് വിചാരിക്കാം. ഇയാൾ എന്ത് വിചാരിക്കും? അയാൾക്ക് തോന്നുന്ന വിചാരിക്കട്ടെ, എനിക്കെന്താ കാര്യം? ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? ഈ പ്രസംഗം എനിക്ക് എടുക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാം, ഞാനിതിങ്ങനെ പ്രസംഗിച്ചാൽ അയാൾ എന്തോ വിചാരിക്കും? എനിക്ക് ഒന്നും പ്രസംഗിക്കാക്കൂല. ഇവിടെ ഏതെടുത്താലും എവിടെ കൂടെങ്കിലും കയറും. അപ്പം നമ്മൾ തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കാതെ, അല്ലേ പിണറായി പറയുന്ന പോലെ നീട്ടി വെച്ച വാളുകളുടെ നടുക്കൂടെ കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. തിരിച്ചു വരൂ. ലിസണിങ് വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ബോധം വേണം. ഞാനിങ്ങനെ ആകാനുണ്ടായ കാരണത്തെക്കുറിച്ചൊരു ബോധം വേണം. ഞാനിങ്ങനെ മതിയോ എന്നതിനെക്കുറിച്ചൊരു ബോധം വേണം. ശരിക്കും എ ഡീപ്പ് അനാലിസിസ് അബൌട്ട് യുവർ ലൈഫ്. ഇത് മറ്റൊരാൾക്ക് ചെയ്തു തരാനൊന്നും പറ്റില്ല. ഇത് നമ്മൾ പ്രവാചകനെ കാത്തിരിക്കുക, തലയിൽ വന്ന് കറക്കി, നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, കരയാണ്. ഇത് നിനക്ക് ചിന്തിച്ചൂടി? അതിന് പ്രവാചകൻ പറഞ്ഞോ? ഇനി നമ്മൾ അതിനു വേണ്ടി പൈസയ്ക്ക് പ്രവാചകനെ കൊണ്ടുവരികയാണ്. തലയ്ക്ക് വെച്ചു, മകനെ മകളെ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. പിന്നെ എങ്ങനെ ഇരിക്കണം? അത് ബൈബിൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിന് വായിക്കാൻ സമയമില്ല. ആരെങ്കിലും പറഞ്ഞെന്നാൽ കേൾക്കാനും നേരമില്ല. സ്വതന്ത്രം. ഞാനിവിടെ പല വീട്ടിൽ പ്രവാചകന്മാരെ കൊണ്ടുവരും. ഞാൻ എന്താണ് പറഞ്ഞത്? ഇന്നതാണ് പറഞ്ഞത്. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? അത് തന്നെ. എങ്കിലും അങ്ങനെ പറഞ്ഞപ്പം നമ്മളെല്ലാം ഇങ്ങനെ ആയി പോയട്ടോ. നമ്മളിനി ശരിയാവാൻ വലിയ പാടാണ്. നമുക്ക് നോക്കാം. ഇതേ സാധനം നിങ്ങൾ കന്യാകുമാരി ചെന്നിട്ട് കൈനോട്ടക്കാരൻ്റെ കൊണ്ട് കൈ വെച്ച് കൊടുത്താലും പറഞ്ഞു തരാം. അവൻ ഞെട്ടിപ്പോകും. നിങ്ങൾ അറിയാതെ അവന് സ്വത്രം ഒരു സ്വത്രം കഴിച്ചിരിക്കട്ടെ. കറക്റ്റായിട്ട് അറിയോ? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതാണ്. നിങ്ങൾ പോയി തുടങ്ങണ്ടെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ കളയും ആ വാക്ക്. ഇത്ര ഈസി ആയിരുന്നല്ലേ? മറ്റൊന്ന് കൈയടിച്ച് കൊടുക്കണം, പാടി കൊടുക്കണം, കോഴി ഇറച്ചി കൊടുക്കണം, ഇതൊന്നുമില്ല. മെനക്കേടില്ല. 10 രൂപ ആ വാക്കിന് ഇപ്പോൾ കളയില്ല. തിരിച്ചു വരാം. അപ്പം ലിസണിങ്, സുബോധം വരിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സുബോധത്തോട് ചേർന്ന് വരേണ്ടത് ബിലീഫാണ്, വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞാൻ പോവും, അപ്പൻ എന്നെ ചേർത്ത് കൊള്ളും. കണ്ട, ഇതിൽ മോനായിട്ട് ചിലപ്പോൾ എടുക്കൂലായിരിക്കും. അത് അവൻ്റെ അകത്തുള്ള പാപത്തിൻ്റെ പ്രത്യേകതയാണ്. അവൻ്റെ അകത്തുള്ള പാപത്തിൻ്റെ പ്രത്യേകതയാണ്. മോനായിട്ട് എന്നെ അപ്പൻ എടുക്കാൻ സാധ്യതയില്ല. കാരണം അവൻ അങ്ങനെ ചിന്തിക്കാൻ ഒക്കുള്ളൂ. കാരണം ഇവൻ ഭാവിയാണ്. ജോലിക്ക് നിൽക്കാമോ എന്ന് ചോദിക്കാം. കണ്ടോ, അപ്പൻ്റെ ഹൃദയം യവന് വരുന്ന എപ്പോഴാ? ഇനിയും 10 കൊല്ലം കൂടെ കഴിയും. അപ്പം വരാന്തയിൽ ഇങ്ങനെ കാത്തിരിക്കുക, കാണാതെ പോയ മോനെ നോക്കി. മൂത്തവൻ ജോലിക്ക് വരിക, അവനെ നോക്കിയല്ലേ ഇരിക്കുന്നത്. ഇളയ മകൻ
നഷ്ടപ്പെട്ടവൻ അവനെ കാത്തിരിക്കുക. നിങ്ങൾ ആലോചിക്കുക, ആ പ്രതീക്ഷ ആലോചിച്ചിരിക്കുന്നത്. പോയ ആളിനെ കാത്തിരിക്കുന്നത് അത്രയും റിസ്ക് അല്ല. എൻ്റെ ആൻറ്റി എപ്പോഴും കാത്തിരിക്കാറുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ വന്നിട്ട് അവർ കയറി പോവുള്ളൂ. അവരങ്ങനെ ഇരിക്കും. ഞാൻ 2 മണിക്ക് വന്നാലും ശരി വന്നല്ലേ പോവും. അപ്പം അതൊരു പ്രത്യേകതയാണ്. ഇത് പോയ ആളെവിടെ നിന്നൊരു പിടിയില്ല, പോയിട്ട് കുറേ ദിവസമായി, അവൻ വരുമെന്നൊരു പിടിയില്ല. അപ്പനിങ്ങനെ വരാന്തയിൽ കാത്തിരിക്കുകയാണ്. അപ്പൻ്റെ ശരിക്ക് ഹൃദയം ആ മകൻ അറിയാമായിരുന്നു എങ്കിൽ അവൻ ഓടിഞ്ഞ് പോന്നേനെ അപ്പാന്നും വിളിച്ചുകൊണ്ട്. ഇതവൻ അങ്ങനല്ല വരുന്നത്, ഞാൻ പാപം ചെയ്തു. അതൊന്നും ഈ അപ്പന് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നീ തിരിച്ചു വരാൻ തയ്യാറുണ്ടോ? കണ്ടോ, മകൻ വരുന്നത് പാപം ഏറ്റുപറയാൻ വേണ്ടിയാണ്. അപ്പൻ പാപം ഏറ്റുപറയുന്നത് കേൾക്കാനല്ല അവന് വിഷയം. നീ വാ, മര്യാദ ഏറ്റു പറഞ്ഞിട്ട് കയറി വാ. ഞാനറിഞ്ഞ അല്ലേ, നമ്മളറിഞ്ഞ വാതിൽ തന്നെ ഏറ്റു പറഞ്ഞിട്ട് കയറി വരൂ. അങ്ങനെ ഒരു അപ്പനെ ഞാൻ ഈ അടുത്തിടയ്ക്ക് പരിചയപ്പെട്ടു. ഏറ്റു പറഞ്ഞിട്ട് കയറി വരൂ. അപ്പൻ ഇവിടെ ഏറ്റു പറയിക്കാൻ കണക്കിന് നിൽക്കുകയാണ്. എനിക്കിതൊരു മനസ്സിലായില്ല. മുടിയമ്പത്തൻ്റെ അപ്പൻ അങ്ങനല്ല. അവനെ ദൂരത്തുനിന്ന് കണ്ടു. അങ്ങനെ വാക്യം പറഞ്ഞു, ഞാനത് ഞെട്ടിപ്പോയി. അവനെ ദൂരത്തുനിന്ന് നോക്കി. ഒന്ന് വായിക്കേ, അടുത്ത വാക്യം വിട്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സറിഞ്ഞ് ഓടി. സോറി, വാക്യം എത്ര? 20 ആണോ? ഞാൻ എഴുന്നേറ്റ് 20 പോട്ട്, വാക്യം മാറ്റി വിട്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട്. അപ്പൻ അവനെ കണ്ടു. കണ്ട, ദൂരത്തുനിന്ന് അപ്പനെ കണ്ടിട്ടില്ല, അപ്പൻ അവനെ കണ്ടു. കാര്യം എന്താ? അപ്പൻ വരാന്തയിൽ ഇങ്ങനെ കാത്തിരിക്കുക, മോനെ നോക്കിയിരിക്കുക. സ്തോത്രം അല്ലേ? മക്കളോടുള്ള സ്നേഹം അങ്ങനെ അല്ലേ? എം ചർച്ചിൻ്റെ മതിലിരിക്കേണ്ട ആളാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരുന്ന് ഉറങ്ങുന്നത്. ഒരപ്പന് മക്കളോടുള്ള സ്നേഹമാണത്. കൊച്ചേരിയല്ല അത്? കൊച്ചേരിയാണോ? അല്ല. ഇവിടെ അപ്പൻ മകനെ കണ്ടിട്ട് ഓടിച്ചെന്ന് ദൂരത്ത് നിന്ന് തന്നെ കണ്ട അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. കണ്ടോ, ആദ്യം അങ്ങോട്ട് അലിയുന്നുണ്ടോ? എന്തിനാ മനസ്സലിയുന്നത്? എടാ, അപ്പൻ്റെ സ്വത്ത് മുഴുവൻ മാറ്റിട്ട് പോയതാണ്. അപ്പനെ ഇനി നോക്കണ്ടാത്ത ഭാഗത്തിന് അപ്പനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്തിട്ടാണ് പോയത്. അപ്പനുണ്ടാക്കിയ സ്വത്ത് കൊണ്ടുപോയി, അപ്പനെ വിട്ടേച്ച് പോയി. തിരിച്ചൊരു ഫോൺ കോൾ പോലും ഇതുവരെ വന്നിട്ടില്ല. പോയിരിക്കുന്ന മകൻ്റെ അടുക്കലേക്ക് എഴുന്നേൽക്കുന്ന അപ്പന് ഓടാൻ പറ്റണമെങ്കിൽ അപ്പൻ ആദ്യം മനസ്സലിയണം. നമുക്ക് ഈ സാധനമൊക്കെ അലിയൂ. നമ്മളിത് ഫ്രീസ് ചെയ്ത് കട്ടിപിടിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സലിയണം. ആരുടെങ്കിലും മനസ്സലിയോ? നമുക്ക് ആരുടെടുത്തും അലിയില്ല. നമ്മളിങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞാൽ പിശാചാണ്. നമുക്ക് മനസ്സലിയണം. എല്ലാവരോടും മനസ്സലിയണം. എനിക്ക് പറ്റില്ല കേട്ടോ. എന്താ പറ്റാതെ? പറ്റണമല്ലോ അല്ലേ? ഇവിടെ മിക്കവാറും ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും, വോയിസ് മെസ്സേജ് അയക്കും. ഞാൻ കേൾക്കാം, എനിക്ക് നല്ല രസമാണ് ഇത് കേൾക്കുന്നത് അല്ലേ? അവരുടെ ടെൻഷൻ്റെ നടക്കുന്നതുകൊണ്ട് ടൊപ്പോ മെസ്സേജ് ഇട്ട് തരും. ഞാനതിങ്ങനെ കേട്ട് നോക്കും, കൊള്ളാം. ഞാൻ ചിലപ്പോൾ ചിരിക്കുന്ന സ്റ്റിക്കർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ മനസ്സലിയും അല്ലേ? എനിക്ക് മെസ്സേജ് ഇട്ടിരുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് തിരിച്ചിടുന്നതെന്ന്. അതിന് പറ്റിയ സ്റ്റിക്കർ ഇട്ട് കൊടുക്കും. എൻ്റെ കയ്യിലുണ്ട്, എല്ലാ സ്റ്റിക്കറും എൻ്റെ ഇരിപ്പുണ്ട്. ഭയങ്കര സംഭവം ഇട്ടിരുമ്പോൾ ഞാൻ ആവശ്യമില്ല. ഒരമ്മച്ചി ചിരിക്കുന്നതൊക്കെ ഉണ്ട്, ചിലപ്പോൾ അതിട്ട് കൊടുക്കും. അവിടെ ആ പ്രശ്നം അങ്ങ് തീരും. ചിലർ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ഇപ്പോൾ ഹമാസ് ഇളകി നിൽക്കുകയാണ്, വെള്ളം കയറാൻ പോവാണ്, വേറെ പണിയില്ല, ഒരു പിണ്ണാക്കുമില്ല. ചെന്നിടന്ന് ഉറങ്ങി നോക്കിയാൽ പ്രശ്നം തീരത്തൊക്കെ ഉള്ളൂ. ചെന്ന് ചൂടുവെള്ളം കുടിക്കുക. ഇതിനകത്ത് ഒരു പ്രശ്നമില്ല, ചുമ്മാ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. കേട്ടോ, മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് കഴിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. വേറെ ഒന്നും നോക്കുന്നില്ല. എവിടെ നിന്നാണ് വരുന്നത്? പന്നിക്കുട്ടിന്ന് വരുന്നവനെ അപ്പൻ ചുംബിക്കണമെങ്കിൽ അപ്പൻ്റെ മനസ്സ് ഏത് ലെവലിൽ അലിഞ്ഞെന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് അലിയൽ. നമ്മളറിഞ്ഞല്ലേ പറഞ്ഞുതരാം, മക്കളെ കുളിച്ച് വൃത്തിയായിട്ട് വേട്ടോ ഒരു ഉമ്മ തരണമെന്നുണ്ട്. കണ്ടിട്ട് കുറേ ദിവസമായി, പക്ഷേ താടിയും മുടിയും ഈ എല്ലാം മൊത്തത്തിൽ ഷേപ്പ് കണ്ടിട്ട് അല്ലേ? നമ്മളാണെങ്കിൽ ഓടിച്ച് തുമ്പ കൊടുക്കുമോ? എനിക്കൊന്നുമില്ല കൊടുക്കുന്നത് കേട്ടോ. അപ്പം മനസ്സലിവിൻ്റെ അലിവ് എത്ര വലുതെന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് അപ്പൻ. ആ അപ്പനാൽ ജനിച്ചവനാണ് നമ്മൾ. നമുക്കതുപോലെ അലിയണം. ക്ലിക്കായോ? വചനം ക്ലിക്കാവുന്നുണ്ട് നിങ്ങൾക്ക്? ആ അപ്പനാൽ ജനിച്ചവനാണ് നമ്മളെങ്കിൽ നമുക്കതുപോലെ അലിയണം. അലിയുന്നില്ലെങ്കിൽ നമ്മൾ ജനിച്ചിട്ടില്ല, ജനിച്ചെന്ന് അഭിനയിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്നാമതുണ്ടാകേണ്ട ലിസണിങ് ആണ്. രണ്ടുണ്ടാകേണ്ടത് വിശ്വാസമാണ്.
അപ്പനിൽ ഉറച്ച ആശ്രയം. ഞാൻ തിരിച്ചു പോകും, അപ്പൻ എന്നെ ചേർത്തോളും. അതാ വിശ്വാസം. 3 അനുസരണയാണ്. ഇത് 3 സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കില്ല കേട്ടോ. 3 ഒരുമാതിരി ഒന്നായിട്ടിരിക്കുകയാണ്. സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ ശരിക്കും പാടോട്ടാണ് സെപ്പറേറ്റ് ചെയ്തത് അതിനെ 3 ലിസണിങ്, സുബോധം, വിശ്വാസം, അനുസരണ. സ്വത്രം. വിശ്വാസ അനുസരണയൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെയും പറയേണ്ടി വരും. എനിക്ക് വേണമെങ്കിൽ പറയാം ഒരാളെ കൂടി, അബ്രഹാം. ഞാൻ പറഞ്ഞെങ്കിൽ നിർത്തുക കേട്ടോ, പ്രസംഗം ഒരുപാടുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17 വായിക്ക്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. അയ്യോ, യാഗം അർപ്പിച്ചോ? ഇസ്ഹാക്കിനെ യാഗം കഴിച്ചോ? കഴിച്ചില്ല. പക്ഷെ അതാണ്ട് എഴുതി വെച്ചിരിക്കുന്നു യാഗം അർപ്പിച്ചു എന്ന്. എങ്ങനെ? അതാ വിശ്വാസത്തിന്റെ പവർ. യാഗം കഴിഞ്ഞു അവിടെ, പിന്നെ വെട്ടിയില്ലെന്നേ ഉള്ളൂ. വെട്ടണ്ട, അത് എഴുന്നേറ്റ് പോകും. പരിപാടി കഴിഞ്ഞു, ഫിനിഷ്. വാസത്തിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് വിശ്വാസം വരില്ല. വെട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ വെട്ടും, 2 പീസായിട്ട് വെട്ടിയിട്ട് കൊടുക്കും. പക്ഷെ വിശ്വാസം കയറുമെന്നുള്ളൊരു സംശയമാണ്. അബ്രഹാം അങ്ങനല്ല. അബ്രഹാം സ്റ്റാർട്ടിങ്ങിന് മുമ്പേ, യാഗം നടത്തുന്നതിന് മുമ്പേ അബ്രഹാമിൻ്റെ അകത്ത് കത്തിച്ച് കഴിഞ്ഞു, നടത്തി കഴിഞ്ഞു. പുള്ളി തീരുമാനിച്ച് തന്നെയാണ് പുള്ളി വരുന്നത്. അത് പുള്ളിയുടെ ഓരോ വരവിലും നമുക്ക് കാണാം. യാഗത്തിന് സാറിനെ കൊണ്ടുപോകുന്നില്ല, പകുതി വഴിയിലെത്തുമ്പോൾ ബാല്യക്കാരെ മാറ്റി, ഇല്ലെങ്കിൽ ഉമ്മാരി കയറി കത്തിക്ക് പിടിക്കും, അവനെ മാത്രം കൊണ്ടുപോവാണ്. എന്താ കാര്യം? ഹൃദയത്തിനകത്ത് തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞു, ഞാൻ അവനെ യാഗം കഴിക്കും. ചുമ്മാ കഥയല്ല, ചുമ്മാ ഒരു ഉദ്ദേശമല്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതല്ല. നമ്മളങ്ങനെയല്ല. നമ്മൾ ആദ്യമേ നമുക്കൊരു ഉറപ്പുണ്ട്, ഇത് കർത്താവ് ചോദിക്കുകയല്ല, എനിക്ക് ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, ഇത് കർത്താവ് ചോദിക്കത്തൊന്നുമില്ല. നമുക്കൊരുപാട് ന്യായമാണ്. നമ്മൾ കർത്താവിനെ അളക്കുന്നത്, എൻ്റെ ഈ രോഗം കർത്താവ് എനിക്ക് സുഖമാക്കാൻ വേണ്ടി തന്നതാണ്. ചിലപ്പോൾ അല്ലെങ്കിലോ, ചില രോഗം കർത്താവ് തരുന്നത് സുഖമാക്കാനല്ല, പിന്നെ അതിനകത്ത് വെച്ച് നമ്മളത് ലെവലാക്കാനാണ്. ലെവലാക്കിയിട്ട് മാറ്റുമോ? ഇല്ല. കർത്താവ് ഇതിരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി, പിന്നെ ഇതിരിക്കട്ടെ. അയ്യോ, ഇത് മാറത്തരുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നേ. നിങ്ങൾക്കറിയാമോ, നമുക്ക് കരുതുന്ന ഓരോ വഴികളും നമ്മളെ ഒരുക്കാനാണ്. നമുക്ക് തന്നിരിക്കുന്ന 2 പിള്ളേര്, അത് നമ്മളെ ഒരുക്കാനാണ്. ചിലർക്ക് ആൺപിള്ളേരെ കൊടുക്കും, ചിലർക്ക് പെൺപിള്ളേരെ കൊടുക്കും, ചിലർക്ക് 2 മിക്സ് ചെയ്ത് കൊടുക്കും, ചിലർക്കൊരു രോഗം കൊടുക്കും, ചിലർക്ക് കളർ ഫെയ്ഡാക്കി കൊടുക്കും, ചിലർക്ക് തടി കൊടുക്കും, ചിലർക്ക് വേദന കൊടുക്കും. എന്തിനാ തരാം? നിങ്ങൾ ആ വേദന നമ്മുടെ സ്വഭാവത്തെ മൊത്തത്തിൽ മാറ്റിക്കളയും. എന്ത് ചോദിക്കുക? നിങ്ങൾ ഇരുന്ന് എന്ത് ചോദിക്കുക? നമ്മുടെ സ്വഭാവം മൊത്തം ആ ഒറ്റ ഇതിൽ മാറും. നമ്മൾ ഉപയോഗിക്കുന്ന കാർ അനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറും. ഇവിടെ ഇടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കൂടിയ കാർ വാങ്ങിക്കുന്നത്, നടക്കാൻ വേണ്ടി. അതെ, സ്തോത്രം. നമ്മളെ കർത്താവ് നടത്തുന്ന ഓരോ വഴി നമ്മളെ ഒരുക്കാൻ നടത്തുന്നതാണ്. അതിലെ നമ്മളെ ഒരുക്കി നമ്മളെ കർത്താവിനൊരു ഉദ്ദേശ സ്ഥലത്തെത്തിക്കാൻ പദ്ധതിയുണ്ട്. അതിലൂടെ കർത്താവ് നമ്മളെ നടത്തും. ആ വഴി അല്ലാതെ നടത്തിയിരുന്നെങ്കിൽ ഞാൻ ശരിയാകുമായിരുന്നു എന്ന് കരുതിയാൽ നോ, എന്നെ ആ വഴിയിലൂടെ തന്നെ നടത്തണം. എന്തിന്? God has a plan. God has a design about you. എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. നമ്മളെക്കുറിച്ച് കർത്താവിന് കൃത്യമായൊരു ഡിസൈൻ ഉണ്ട്. God is a designer. എന്തിനാ കർത്താവ് വെയിറ്റ് ചെയ്യുന്നത്? ഈ വഴിയിലൂടെ നമ്മളെ നടത്തിയാലേ അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റൂ. നമ്മളെ വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. ആരും നമുക്ക് സഹായമില്ലെങ്കിലും ആരും കൂടെ ഇല്ലെങ്കിലും നമ്മളെ ഒരുക്കി അവിടെ കൊണ്ടെത്തിക്കുന്നവരാണ് കർത്താവ്. നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ട്രാക്കിലാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ട്രാക്കിലാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് അറിയാതെ ചെയ്തതല്ല. നമുക്ക് വേണ്ടി കർത്താവ് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്, നമ്മളെ വഴിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അതെത്തുന്നത് വരെ വി ഹാവ് ടു സ്റ്റേ ദെയർ. നമ്മളവിടെ നിന്നേ പറ്റൂ. നമ്മളെ കർത്താവ് ഒരുക്കും.
നമ്മളെ കർത്താവ് വിട്ടുകളയുന്ന ദൈവമല്ല, നമ്മളെ കർത്താവ് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. Then the listening very important. Obedience and faith, വിശ്വാസവും അനുസരണയും ഒരുപോലെ ഇമ്പോർട്ടൻറ്റ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് അബ്രഹാം വിശ്വാസത്താൽ, ചുമ്മാ കയറി വിശ്വാസികളുടെ പിതാവായതല്ല, എങ്ങോട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് അറിയാൻ മേലാതെ ഇറങ്ങിത്തിരിച്ച് ഊരി വിട്ടിട്ട് കനാനിൽ ചെന്നതുകൊണ്ട് അയാൾ ഒറ്റ ദിവസം കൊണ്ട് വിശ്വാസികളുടെ പിതാവായതല്ല. മക്കളെ ലഭ്യമാകുമെന്ന് വിശ്വസിച്ചപ്പോൾ അയാൾ ആശയ്ക്കെതിരായി വിശ്വസിച്ചു. നക്ഷത്രം കാണിച്ചിട്ട് ഇതുപോലെ മക്കളുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ കണ്ണടച്ച് വിശ്വസിച്ചു. ആ വിശ്വാസത്തെ നീതിയായി കണക്കിട്ടു. അവിടെ കൊണ്ട് വിശ്വാസികളുടെ പിതാവായില്ലെന്നറിയണം. വിശ്വാസികളുടെ പിതാവാകുന്നത് മണൽ പോലെയും നക്ഷത്രം പോലെയും മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സന്താനത്തെ മാത്രം കൊടുത്തു. എനിക്ക് വേണ്ടി അതിനെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യില്ല. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ മെസ്സേജ് കിട്ടിയത് രാത്രിയിലാണ്. രാത്രിയിലാണ് മെസ്സേജ് വരുന്നത്. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന ഏകജാതനെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. ക്ലിയർ പിക്ചർ. ഹോമയാഗം എന്ന് പറഞ്ഞാൽ പിന്നീട് ആ മകൻ ഉണ്ടാവില്ല. അതിരാവിലെ എഴുന്നേറ്റു. ഇവിടെ ആരെങ്കിലും എഴുന്നേക്കൊന്നും എനിക്കറിയില്ല. രാവിലെ എഴുന്നേറ്റ് വിറക് കീറുകയാണ്. ഇതുവരെ അത്തരത്തിലൊരു ശബ്ദം കേട്ടിട്ടില്ല. രാവിലെ വിറക് കീറുകയാണ് തൻ്റെ മകനെ യാഗം കഴിക്കാൻ. വിശ്വാസത്താൽ യാഗം അർപ്പിച്ചു. അനുസരണം നടന്നു കഴിഞ്ഞു, സംഭവം നടന്നു കഴിഞ്ഞു. എന്നിട്ടും കർത്താവ് അവനെ നടത്തി. ഹൃദയത്തിൽ തീരുമാനമെടുത്ത് രാവിലെ എഴുന്നേറ്റ് വിറക് കീറുന്ന അബ്രഹാമിനോട് അവിടെ വെച്ച് തന്നെ കർത്താവിന് പറഞ്ഞൂടെ, മതി മോനെ, ഇനി നീ യാഗത്തിന് പോണ്ട. നോ. അവിടെ മുതൽ മോറിയ മലയിൽ യാഗപീഠമൊരുക്കി മകനെ കിടത്തി കത്തി ഓങ്ങുന്നത് വരെ പരീക്ഷണം മാത്രമാണ്. പരീക്ഷണം മാത്രമാണ്. അബ്രഹാമിനും അറിയില്ല ഇതൊരു പരീക്ഷയാണെന്ന്. അബ്രഹാം ശരിയാണെന്ന് കരുതി പോവുകയാണ്. പക്ഷെ അതൊരു പരീക്ഷ മാത്രമാണ്, വെറും പരീക്ഷ. കഴിഞ്ഞ ദിവസം കാരൻ്റെ പരീക്ഷയ്ക്ക് പോകുന്നു എന്ന് പോയിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഷിബു ബ്രദറും വൈഫും കൂടെ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. എന്തോ അല്ലേ തമാശയാണ് പരീക്ഷ. നമ്മളെന്തുമാത്രം പരീക്ഷ എഴുതിയിരിക്കുന്നു. പിള്ളേരെ ഏതാണ്ട് സീരിയസ് കാര്യം പോലെ എഴുതുകയാണ്. ബട്ട് നത്തിങ്. ഇതൊന്നുമല്ല പരീക്ഷ. അതിൻ്റെ അപ്പുറം ചെന്ന് നിൽക്കുന്ന നമുക്ക് ഈ പിള്ളേർ കയറി വരുന്ന പരീക്ഷ വലിയ കാര്യമുള്ളതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവർക്കിത് വലിയ സംഭവമാണ്. ഞാനും നിങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷ, ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ കർത്താവ് നമുക്ക് സമ്മാനം തരാൻ വേണ്ടി ഇരിപ്പുണ്ട്. ഓൾറെഡി നമ്മൾ പലരും പരീക്ഷ ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അതുവരെ നടന്നെത്തിയാൽ മാത്രം മതി. പക്ഷെ അത് കഠിനമാണ്, അതത്ര എളുപ്പമല്ല. ഭാര്യയോട് യാത്ര പറയാൻ വേണ്ടി മകനെയും വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അബ്രഹാം മകനോട് പറയുന്നുണ്ടായിരിക്കും, എടാ അമ്മയെ വേണമെങ്കിൽ അവസാനമായിട്ട് കണ്ടോ, ഇനി നീ കാണില്ല. അബ്രഹാമിന് മാത്രമേ അറിയാവൂ ആ യാത്ര. സാറയ്ക്ക് പോലും അറിയില്ല മകനെ യാഗം കഴിക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന്. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ മാത്രം അച്ചിത കത്തുകയാണ്, ആളിക്കത്തുകയാണ്. അയാൾ യാത്ര പോവുകയാണ്. എന്തായി തകർക്കാൻ പോകുന്നത്? താൻ ഏറ്റവും സ്നേഹിക്കുന്നതിനെ. മാന്യ സുഹൃത്തുക്കളെ, ഇന്നൊരു പ്രഭാതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്നതിനെ കർത്താവിന് വേണ്ടി യാഗമാക്കാൻ നമുക്ക് കഴിവുണ്ടോ? ഏറ്റവും സ്നേഹിക്കുന്നതിനെ. അത് നിങ്ങളുടെ ആഭരണമായിക്കോട്ടെ, അത് നിങ്ങളുടെ സ്വഭാവമായിക്കോട്ടെ, അത് നിങ്ങളുടെ ഭൗതികമായത് എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത്, ആർ യു റെഡി ടു ഓഫർ ഇറ്റ് ഫോർ ഗാഡ് റൈറ്റ് നൗ? കർത്താവിന് വേണ്ടി അത് യാഗമാക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഹൃദയത്തിനകത്ത് അതിനുള്ള ധൈര്യം ഉറച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് നമുക്ക് വേണ്ടി എഴുന്നേറ്റേ പറ്റൂ. വിശ്വാസത്താൽ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് കർത്താവിന് ആവശ്യം. ഞഞ്ഞാമുഞ്ഞൊന്നും കർത്താവിന് വേണ്ട. ഏറ്റവും വിലപിടിപ്പുള്ളത്, നിങ്ങൾ വിലപിള്ളതെന്ന് കരുതുന്നതിനെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കും. നമ്മൾ പിടിച്ചു വെച്ചാൽ അത് നമുക്ക് നഷ്ടമാവും. അതാ പറഞ്ഞത്, ഇവിടെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയുന്നുവെങ്കിൽ നേടും. ചിന്തിച്ചു നോക്കൂ, പിടിക്കാൻ നോക്കിയത് പലതും നഷ്ടമായില്ലേ? ഇനിയും ചിലത് പിടിക്കാൻ നോക്കിയാൽ നഷ്ടമാകും. അത് വിട്ടാൽ കർത്താവ് അതിനെ നിലനിർത്തും. നമുക്കിവിടെ പിടിച്ചു വെച്ച് ഒന്നിനെ നിലനിർത്താനാവില്ല.
നമുക്കൊന്നിനെയും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. യു ജസ്റ്റ് ലിവ് ഇറ്റ്. കർത്താവ് അതിനെ നിലനിർത്തും. നമുക്കതുമായിട്ടുള്ള ബന്ധത്തെ കട്ട് ചെയ്യുക. കുഞ്ഞ് ജനിച്ച് പുറത്തോട്ട് വന്ന ആദ്യ ദിവസം, ആദ്യ നിമിഷത്തിൽ തന്നെ അമ്മയും കുഞ്ഞുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന പൊക്കിൾ കൊടി മുറിക്കുന്നത് പോലെ നമുക്കത് മുറിച്ച് കളയാം. നമ്മളത് മുറിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടും മരിക്കും. അത് മുറിച്ചാൽ രണ്ടും ജീവിക്കും. ഇവിടെ അബ്രഹാം അവിടെ നിന്ന് യാത്ര ചെയ്ത് ബാല്യക്കാരുമായിട്ട് പോയി പകുതി വഴിയിലെത്തിയിട്ട് ബാല്യക്കാരോട് പറയാം, സ്റ്റേ ഹിയർ, നിങ്ങൾ ഇവിടെ നിന്നോ. വേണമെങ്കിൽ ബാല്യക്കാർക്ക് ചോദിക്കാം, ഞങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്, ഞങ്ങളും വരുന്നത് ഞാൻ കഴിക്കാൻ, വേണ്ട, സ്റ്റേ ഹിയർ. ബാല്യക്കാരോടും പറയുന്നുണ്ട്, വേണമെങ്കിൽ കൊച്ചിനൊന്ന് കണ്ടോ, ഞാൻ തിരിച്ചു വരുമ്പോൾ അവനുണ്ടാവില്ല, രക്തം പുരണ്ട കത്തി മാത്രമേ എൻ്റെ കയ്യിൽ കാണൂ, വേണമെങ്കിൽ ഒന്ന് കണ്ടോ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ മകനെ ഞാൻ യാഗം കഴിക്കാൻ പോവുകയാണ്. അവിടെ നിന്നും യാത്ര തിരിച്ച് പിന്നെയും മലയുടെ മുകളിലോട്ട് കയറുകയാണ്. റിസ്കി ആയിട്ടുള്ള പ്ലേസിലൂടെ കയറി പോവുകയാണ്. കൊച്ചു തലയിൽ വിറക് വെച്ചിട്ടുണ്ട്, അപ്പൻ കയ്യിൽ കത്തിയും തീയും വെച്ചിട്ടുണ്ട്, കയറി പോവുകയാണ്. അപ്പൻ്റെ കയ്യിലല്ല തീ ഇരിക്കുന്നത്, അപ്പൻ്റെ അകത്താണ് കത്തി മറിയുന്നത്. 100 കാര്യങ്ങളാണ്. 75-ാം വയസ്സിൽ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവൻ, 25 കൊല്ലം മക്കളില്ലാതിരുന്നവൻ, കിട്ടിയ ഏകജാതനെ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. നാട്ടുകാരറിഞ്ഞാലും പരിഹസിക്കും, വീട്ടിൽ സാറെ അറിഞ്ഞാൽ ഡിവോഴ്സ് ഉറപ്പാണ്, ബാല്യക്കാരറിഞ്ഞാൽ എന്നെ കൊന്നുകളയാനും സാധ്യതയുണ്ട്. ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ഒരു വലിയ ഓഫറിങ്, ഒരു യാഗം, ഹൃദയം പിളർക്കുന്ന യാഗം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ മാറ്റുന്ന ഒരു വലിയ പരീക്ഷ. അബ്രഹാം അനുഭവിച്ച അമ്മാതിരിയുള്ള വേദനകൾ ഞാനും നിങ്ങളും ഹൃദയത്തിൽ പേറാതെ അനുഭവിക്കാതെ നമുക്കാർക്കും യേശുവിനെ സ്വീകരിക്കാനൊക്കില്ല, നമുക്കാർക്കും ദൈവ മക്കളായി മാറാനൊക്കില്ല. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റേണ്ടതിന് വേണ്ടി ഇത്ര വലിയ ടെസ്റ്റിലൂടെ കടത്തിവിട്ടു എങ്കിൽ എന്നെയും നിങ്ങളെയും വിശ്വാസിയാക്കി മാറ്റാൻ ഇതിനേക്കാൾ വലിയ ടെസ്റ്റിലൂടെ കടത്തിവിടും, വിട്ടേ പറ്റൂ. പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരുവാൻ നമ്മളെ ആ റൂട്ടിലൂടെ വിട്ടേ മതിയാകൂ. ഏറ്റവും മുകളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് മകന്റെ അറം പറ്റുന്നൊരു ചോദ്യം, അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പം മോൻ വിചാരിച്ചു കാണും അപ്പൻ വിട്ടുപോയി കാണും. എല്ലാം എടുത്തിൻ്റെ ഇടയ്ക്ക് അപ്പൻ ചിലപ്പോൾ മൃഗം വിട്ടുപോയി കാണും. വല്ലാത്തൊരു ചോദ്യം. ഞാനായിരുന്നെങ്കിൽ അവിടെ പരാജയപ്പെട്ടേനെ. ഞാനവിടെ തീ ഉപേക്ഷിക്കും, കത്തി വലിച്ചെറിയും, വിറകും ഉപേക്ഷിക്കും. മകനെ എടുത്ത് ഉമ്മ വച്ച് തിരിച്ചു കൊണ്ടുപോരും. അത്രയൊക്കെ സഹിക്കാൻ നമുക്ക് പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മകൻ്റെ ചോദ്യമാണ്, എവിടെ? യു ആർ ദാറ്റ് പേഴ്സൺ. നിന്നെയാണ് ഞാൻ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നത്. അത് പറയാനുള്ള ആവത് അയാൾക്കില്ല. അയാൾ ഉറപ്പിച്ച് പറയുക, കർത്താവ് കരുതിക്കോളും. എന്ത് കരുതിക്കോളും? ഞാൻ നിന്നെ യാഗം കഴിക്കുമ്പോൾ നിന്നെപ്പോലെ ഒരുത്തനെ കർത്താവ് എനിക്ക് കരുതും. അല്ലാതെ ഒരു ആടവിടെ കിടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അബ്രഹാമിനില്ല. ഞാനും നിങ്ങളും കർത്താവ് ഒരു പരീക്ഷ ആവശ്യപ്പെടുമ്പോൾ ആദ്യം എവിടെ കൂടെ പുറത്തിറങ്ങാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത്തരത്തിലൊരു പുറത്തിറങ്ങൽ പദ്ധതിയെക്കുറിച്ച് യാതൊരു അറിവും യാതൊരു ബോധവും ഇല്ലാത്ത അബ്രഹാം യഹോവ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ ആടവിടെ ചുറ്റിക്കിടക്കുന്നതല്ല അവൻ പ്രതീക്ഷിച്ചത്. നിന്നെ ഞാൻ യാഗമാക്കും, ബട്ട് കർത്താവ് നിന്നെപ്പോലെ എനിക്ക് ചിലത് തരും. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നക്ഷത്രങ്ങളെപ്പോലെ എനിക്ക് മക്കളെ തരുമെന്ന്. പക്ഷെ നിന്നെ കൊടുത്താലേ തരൂ എങ്കിൽ ഐ ആം റെഡി ടു ഓഫർ യു. ഈ പ്രഭാതത്തിൽ വിലയുള്ളത് കൊടുക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ കർത്താവ് നമ്മുടെ നില മാറ്റും, നമ്മുടെ സ്ഥിതി മാറ്റും. യേശുവിനെ ക്രിസ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ അബ്രഹാം മകനെ യാഗം കഴിച്ചതിൻ്റെ അത്ര വിശ്വാസം വേണം. ലിറ്ററലി അത്ര വില കൊടുത്തേ പറ്റും. അല്ലാതെ സിമ്പിളായിട്ടൊരു പേപ്പറിൽ ടിക്കറ്റ് കൊടുത്തിട്ട് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു, ടിക്ക്, തീരുന്ന കാര്യമല്ല. ആ ഒരു ടിക്കിൽ തീർന്നിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിലില്ല. ദൈവം നിങ്ങൾക്ക് ഈ മക്കളെ തന്നതിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവം നിങ്ങൾക്ക് ഈ അനുഭവം തന്നതിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഗോഡ് ഹാസ് ക്ലിയർ പ്ലാൻ, ഗോഡ് ഹാസ് ക്ലിയർ ഡിസൈൻ. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല. എങ്ങനെ മുട്ടുമടക്കണം? യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെട്ടുവാൻ നിൽക്കുന്ന അബ്രഹാമിനെ പോലെ മുട്ടുമടക്കണം. നിരുപാധികം ഏറ്റവും സ്നേഹിച്ചതിനെ യാഗമാക്കാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് തയ്യാറാകാം.
കർത്താവെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് ഇന്നതാണ്, ഞാനത് നിനക്ക് വേണ്ടി യാഗമാക്കാം. എന്തു തന്നെ ആയിക്കോട്ടെ അത്. ഈ പ്രഭാതത്തിൽ കണ്ണുകളെ ദൈവസന്നിധി മൂടാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എങ്കിൽ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നതിനെ ഞാൻ കർത്താവിന് വേണ്ടി യാഗമാക്കുവാൻ തയ്യാറാണ്. തിരുസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം. ഓ താങ്ക് യു ലോർഡ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധി മൂടി ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും മാറ്റിവെക്കാം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ പരീക്ഷിക്കുമ്പോൾ വിശുദ്ധനായി കാണേണ്ടതിന്, ദൈവമക്കളായി കാണേണ്ടതിന് ഏറ്റവും സ്നേഹിച്ചത് നിൻ്റെ കുടുംബത്തെയാണോ? ദൈവസന്നിധി സമർപ്പിക്കും. കർത്താവെ, ഞാനിത് അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നമ്മുടെ സ്വഭാവമാണോ, ആഭരണമാണോ, ജീവിതത്തിലെ ചില ശൈലികളാണോ, സ്വഭാവ ശൈലികളാണോ, എല്ലാം ഏറ്റവും സ്നേഹിച്ചത് അതില്ലാതെ എനിക്ക് പറ്റില്ല, ആ സാധനം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അതില്ലാതെ എനിക്ക് പറ്റില്ലെന്നുള്ളത് മാറ്റി, കർത്താവെ, അങ്ങില്ലാതെ എനിക്ക് പറ്റില്ല. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ശബരഗമനഗമനഗ സരന്ധ്യ വനഗമനഗ സ്യരന്തുനി കമനാരഗനഗദനം ജനാരബൗഷിമനഗദഗദനം ജനാരഗസ്യ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം. തിരുസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകാം. ചില നിമിഷങ്ങൾ കരയുവാൻ തയ്യാറാകാം. എൻ്റെ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. നോ, അനുഭവത്തെ ഓർത്ത് കരയണ്ട. ഇതിൻ്റെ നടുവിലൂടെ നടത്തുന്ന ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകാം. കുഞ്ഞ് നഷ്ടമാകുമോ എന്നോർത്ത് കരയണ്ട. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകാം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് തീരുമാനിക്കാൻ, തെളിയിക്കുവാൻ തരുന്ന ഓരോ അവസരവും ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് ദൈവസന്നിധിയിൽ പറയുവാൻ തയ്യാറാകാം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്ന അവസരങ്ങൾ, ഞാൻ കർത്താവിനെ അനുസരിക്കുന്നു എന്ന് തെളിയിക്കുന്ന അവസരങ്ങൾ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.